ഹായ് ഹലോ അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു അടിപൊളി ക്വിക്കായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ലഞ്ച് ബോക്സിനോ വൈകുന്നേരത്തെ 4 മണിക്കടിയായിട്ടോ ഒക്കെ റെഡിയാക്കാൻ പറ്റുന്ന ഒരു ഈസി റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നേക്കണേ. അമൃതം പൊടിയും ഏത്തപ്പഴവും വെച്ചിട്ടുള്ള നല്ല സിമ്പിളായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള പാൻ കേക്ക്. അപ്പോൾ അതെങ്ങനെയാണ് റെഡിയാക്കണേന്ന് നോക്കിയാലോ. ആദ്യം തന്നെ ഏത്തപ്പഴം തൊലിയൊക്കെ കളഞ്ഞ് ചെറുതായി അരിഞ്ഞ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ശേഷം ഒരു 1.25 കപ്പ് അമൃതം പൊടി നല്ലതുപോലെ ഒന്ന് അരിച്ചെടുത്തതിന് ശേഷം അതും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അമൃതം പൊടിക്ക് ഓൾറെഡി ഒരു ചെറിയ മധുരം ഉണ്ടല്ലോ, അതുകൊണ്ട് ഒരു 2 സ്പൂൺ ശർക്കരയും ഒരു പിഞ്ച് സോഡാപ്പൊടി, ഒരു കപ്പ് വെള്ളവും ചേർത്ത് നല്ലതുപോലെ അരച്ച് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കഴിയുമ്പോൾ മാവ് ടൈറ്റായിട്ട് തോന്നുവാണെങ്കിൽ മാത്രം ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ശേഷം നല്ല ഒരു പാൻ എടുത്ത് അടുപ്പിൽ വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് ചൂടാക്കണം. അതായത് നല്ല ചൂടാവരുത് കേട്ടോ, മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ആദ്യം മുതൽക്ക് പാൻ കേക്ക് ചുട്ടെടുക്കുന്നത് വരെ മീഡിയം ഫ്ലെയിം മതി, ഹൈ ഫ്ലെയിമിലേക്ക് ആക്കണ്ട. ദെൻ ചെറിയ തവി കോരി ഒഴിച്ച് നമുക്ക് പാൻ കേക്ക് റെഡിയാക്കി എടുക്കാം. ഒരു വശം വെന്ത് കഴിയുമ്പോൾ അടുത്ത വശം ഒന്ന് പതുക്കെ മറിച്ചിട്ട് കൊടുത്തിട്ട് പതുക്കെ തവി വെച്ചിട്ട് ഒന്നങ്ങ് പ്രസ് ചെയ്ത് കൊടുത്താൽ അകമൊക്കെ നല്ലതുപോലെ വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ അതേ കണ്ടോ, നല്ല അടിപൊളിയായിട്ട് പാൻ കേക്ക് റെഡിയായത്. മക്കൾസിന് പാൻ കേക്ക് നല്ല ഇഷ്ടമായിരിക്കും അല്ലേ. പാൻ കേക്ക് ഇഷ്ടമില്ലാത്ത മക്കൾസ് വളരെ ചുരുക്കമാണ്. അപ്പോൾ മൈദയൊക്കെ വെച്ചിട്ട് അൺഹെൽത്തി ആയിട്ട് പാൻ കേക്ക് ഉണ്ടാക്കി കൊടുക്കാൻ മടിയുള്ള അമ്മമാരായിരിക്കും ഞാൻ ഉൾപ്പെടെ എല്ലാവരും. അപ്പോൾ പാൻ കേക്ക് ഇതുപോലെ ഒന്ന് റെഡിയാക്കി നോക്കിക്കോ, ഹെൽത്തി ആയിട്ട്. ഏത്തപ്പഴവും അമൃതം പൊടിയും സോഡാപ്പൊടി വേണമെങ്കിൽ ഒഴിവാക്കാം, അതിട്ടില്ല എന്ന് വെച്ചും കുഴപ്പമില്ല. നല്ല ഫ്ലഫി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാൻ കേക്കാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് റെഡിയാക്കണേ. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കില്ലല്ലോ അല്ലേ. ഇനി പാൻ കേക്കിൻ്റെ കൂടെ നമുക്ക് തേനോ അല്ലെങ്കിൽ സ്ട്രോബെറി സിറപ്പോ ചോക്ലേറ്റ് സിറപ്പോ എന്ത് വേണമെങ്കിലും വെച്ച് മക്കൾസിനെ നമുക്ക് കയ്യിലെടുക്കാമല്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇനി അൺഹെൽത്തി ആണല്ലോ എന്ന് വിചാരിച്ച് ആരും പാൻ കേക്ക് ഉണ്ടാക്കി കൊടുക്കാതിരിക്കേണ്ട. ഹെൽത്തി വേർഷനായിട്ട് ഇങ്ങനെ നമുക്കൊന്ന് പാൻ കേക്ക് ട്രൈ ചെയ്യാം. സിമ്പിളല്ലേ, വൈകിട്ടത്തേക്കോ രാവിലെ ടിഫിൻ ബോക്സിലോ മക്കൾ ഇഷ്ടത്തോടെ കഴിക്കണതല്ലേ നമുക്ക് സന്തോഷം. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണും വരേക്കും ബായ്.